ഹേ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ യാത്ര പോവാണ്. അങ്ങ് ദൂരെയൊന്നുമല്ല, നമ്മുടെ ട്രിവാൻഡ്രം തന്നെ ഒന്ന് കറങ്ങുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വട്ടം കറങ്ങോട്ടോ. ഒരു മിക്സി തേടിയുള്ള യാത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് യാത്ര എന്ന് പറയുന്നത്. ആദ്യം ഞങ്ങൾ QRS പോവാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ വെള്ളയമ്പലത്ത് എത്തിയപ്പോൾ വിചാരിച്ചു പിട്ടാപ്പള്ളിയിലൊന്ന് കയറി നോക്കാം, എന്തെങ്കിലും ഓഫറോ വിലക്കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്നും പറഞ്ഞ് അവിടെ കയറിയപ്പോൾ കണ്ണ് തള്ളിപ്പോയി. ഒന്നിനും ഓഫർ ഉണ്ട്, കുറച്ചൊക്കെ ഉണ്ട്. എന്നാലും ഇത്രയും ബഡ്ജറ്റിലൊന്നും നമുക്ക് മിക്സി വാങ്ങാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ ഇല്ല. അപ്പം അതുകൊണ്ട് തിരിച്ച് ഞങ്ങൾ QRS തന്നെ പോയി. QRS ചെന്നപ്പോഴോ അവിടെ വിലക്കുറവുണ്ടായിരിക്കും എന്ന് വെച്ചിട്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന വിലക്കുറവുണ്ടായിരിക്കും എന്ന് വെച്ചിട്ട് അവിടെ ചെന്നു. എന്തായാലും പോയി നോക്കിയപ്പോൾ അവിടെയും തിരിച്ചിറങ്ങി ഗൈസ്. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള മിക്സി അവിടെ ഇല്ലായിരുന്നു, നല്ല വില കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നും തിരിച്ചിറങ്ങിയിട്ട് നേരെ നമ്മുടെ മൈജിയിലോട്ട് പോവാണ്. ഓഫറും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, ലിമിറ്റഡ് പീരീഡ് ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് പഴയതാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ഒന്നും നോക്കിയില്ല, മൈജിയിലോട്ട് തന്നെ വന്നു. മൈജിയിലോട്ട് തന്നെ വരാനുള്ള കാര്യമെന്ന് വെച്ചാൽ, ചേട്ടായിക്ക് 2 ദിവസം മുന്നേ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്സി നോക്കാൻ വന്നിട്ട് എന്നെ വീഡിയോ കോൾ വിളിച്ചു ഇവിടെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ അറിഞ്ഞില്ല മിക്സി വാങ്ങാൻ നോക്കാൻ പോകുന്നു എന്ന്. അപ്പം ഞാൻ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കി, എന്നെയും കൂടെ കൊണ്ടുപോകാത്ത എന്താ, എന്നാൽ പിന്നെ വീഡിയോ കോളിൽ വിളിച്ച് എന്തിനാ, എന്നെ കാണിച്ച് എന്തിനാ, ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നാൽ പോരെയെന്ന്. അപ്പോഴേ ചേട്ടായി അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്ന് ചെന്നപ്പോഴേ ആ ചേച്ചിക്ക് കാര്യം മനസ്സിലായി, അന്ന് വഴക്കുണ്ടാക്കിയ ആളല്ലേ ഇതെന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പം നമ്മളൊരു മിക്സി അങ്ങ് ഫിക്സാക്കി. നമ്മുടെ വി-ഗാർഡിൻ്റെ മിക്സിയാണ് കേട്ടോ വാങ്ങിച്ചത്, 750 വാൾട്ടിൻ്റെ. അങ്ങനെ അതും കൊണ്ടുവന്ന് വീട്ടിൽ പൊട്ടിച്ചു. ഒരു എന്താ പറയുക, ഒരു ഇതേ ഉള്ളൂ എനിക്ക് നോക്കിയിട്ട്. എന്താണെന്ന് വെച്ചാൽ, മിക്സി ഇതിന് നമ്മുടെ ഫ്രൂട്ട്സ് ജ്യൂസ് അടിക്കുന്ന ജാറില്ല. അതാണ് ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത്. അതിന് നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുക്കണം. അപ്പം ഞാൻ അവിടെ നിന്ന് ആലോചിച്ചപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ ജാറുണ്ടല്ലോ, മൊത്തം ഇതിന് 3 ജാറ് വരുന്നുണ്ട്. ഏറ്റവും വലുതൊരെണ്ണം, അതിൻ്റെ ചെറുതൊരെണ്ണം, ഏറ്റവും ചെറുതൊരെണ്ണം, അങ്ങനെ 3 ജാറ് വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഏറ്റവും വലിയ ജാറിൽ നമുക്ക് എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും അടിക്കണമെങ്കിൽ തൽക്കാലം അതിലടിക്കാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഞാൻ വെറുതെ ഒന്ന് ഫ്ലിപ്കാർട്ടിൽ വി-ഗാർഡിൻ്റെ മിക്സിയിൽ നിന്നൊന്ന് അടിച്ച് നോക്കിയപ്പോൾ ഈ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച അതേ റേറ്റിന് മിക്സി ഫ്ലിപ്കാർട്ടിലുണ്ട്, വിത്ത് ജ്യൂസ് ജാറും കൂടി ഉണ്ട് കേട്ടോ. ഇതേ റേറ്റിന്, ഇത്രയും റേറ്റേ ഉള്ളൂ. അതിൽ 4 ജാറ് വരുന്നുണ്ട് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ വരുന്നത്. അപ്പോഴത്തേനും ഞാൻ ചേട്ടായിയോട് പറഞ്ഞപ്പോൾ ചേട്ടായി പിന്നെ ഒന്നും മിണ്ടിയില്ല. ഇനിയിപ്പോൾ ഒന്നും മിണ്ടിയിട്ട് കാര്യമില്ല, നമ്മൾ ഓൾറെഡി പോയി വാങ്ങിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ 3 ജാറ് ഇതിൽ. അങ്ങനെ ഞാൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ. അപ്പോൾ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ മീൻ വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത്. ഉച്ചക്കലത്തേന് കറിക്കൊന്നും ഇല്ലായിരുന്നു, ചോറ് മാത്രം വെച്ചിട്ടായിരുന്നു ഞാൻ പോയത്. അപ്പോൾ മീനും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇനി അത് കറി വെക്കണം. അപ്പം ഞാൻ കറി വെച്ചിട്ട് വേഗം ഇനി എനിക്ക് പോകണം എന്നുള്ള ഇതിൽ ഞാൻ പെട്ടെന്ന് കറി വെക്കാനായിട്ടത് വൃത്തിയാക്കാനൊക്കെ പോകാം കേട്ടോ. അപ്പോഴാണ് എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ, എൻ്റെ കൂട്ടുകാരി വിളിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ കൂടെ ഒന്ന് കടയിലോട്ടൊക്കെ ഒന്ന് ചെല്ലുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എടി ഞങ്ങൾ ഇതുപോലെ രാവിലെ പോകുന്നുണ്ട്, പോയിട്ട് വന്നിട്ട് ഉച്ചയാകുമ്പോൾ വരും, അപ്പോഴ് പോയാൽ മതി എന്ന് ചോദിച്ചപ്പോൾ അവൾ ഓക്കെ പറഞ്ഞു. പിന്നെ ഉച്ചയായപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു, എടി കുഴപ്പമില്ല, നീ ഒരു യാത്ര ചെയ്ത് പോയിട്ട് വന്നതല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, അവൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ സമാധാനത്തിൽ ചെയ്താൽ മതിയല്ലോ. പിന്നെ പയ്യെ ഡ്രസ്സൊക്കെ മാറിയിട്ട് പയ്യെ വന്നിട്ട് 2 മണിക്കാണ് കേട്ടോ മീൻ കട്ട് ചെയ്യുന്നത്. മീനൊക്കെ വൃത്തിയാക്കി കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. മീൻ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം ചേട്ടായി വന്നിട്ട് പറഞ്ഞു, ഞാൻ മീൻ കറി വയ്ക്കാം, നീ കട്ട് ചെയ്ത് വൃത്തിയാക്കി തന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി. എനിക്കാണെങ്കിൽ ചൂടെടുത്തിട്ട് നിൽക്കാനും വയ്യ കേട്ടോ. ഇപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര തലവേദനയാണ്, വെയിലടിക്കാൻ പറ്റുന്നില്ല എനിക്ക്, ഭയങ്കര തലവേദന. എന്താണോ എന്തോ, പണ്ടൊന്നും ഈ ഒരു പ്രശ്നം ഇല്ലായിരുന്നു. പൊരി വെയിലത്ത് നിന്ന് കളിയും ചിരിയും മേളവും ഓട്ടവും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം അതൊന്നും പറ്റുന്നില്ല. കുറച്ചൊന്ന് വെയിൽ, ഒന്ന് ചൂട് തട്ടിയാൽ മതി, തലയ്ക്കോ ശരീരത്തിനോ ചൂട് തട്ടിയാൽ മതി, അപ്പോഴേ തലവേദന തുടങ്ങും. അപ്പം
പിന്നെ ഞാൻ മീനൊക്കെ ഒന്ന് വെട്ടി കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മീനൊക്കെ കറിയൊക്കെ വെക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പം വെള്ളം ഒട്ടും ഇല്ലായിരുന്നു തിളപ്പിച്ചത്. അങ്ങനെ വെള്ളവും കൂടെ തിളപ്പിക്കാനായിട്ട് വെച്ചു. ഗ്യാസ് തീരുമോ എന്നുള്ള പേടിയാണ് കേട്ടോ. പുറത്തടുപ്പ് കത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് അങ്ങ് ടെൻഷനാണ്. എന്നാലും വെള്ളം കുടിച്ചല്ലേ പറ്റൂ. എനിക്കാണെങ്കിൽ വെള്ളം കുടിക്കാതിരിക്കാനും പറ്റത്തില്ല. അപ്പം ഞാൻ ആ ഒരു പാത്രത്തിൽ അങ്ങ് നിറയെ വെള്ളം അങ്ങ് തിളപ്പിക്കാനും വെച്ചു. അങ്ങനെ ചേട്ടായിയുടെ മീൻകറിയാണ് കേട്ടോ. ചേട്ടായിയുടെ കുക്കിങ്ങാണ് ഇന്നത്തെ ഉച്ചക്കലത്തെ നമ്മുടെ ലഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ ചേട്ടായി മല്ലിപ്പൊടി ഇടുന്നില്ല, ഒട്ടും ഇടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല എരിയായിരിക്കും, അതുകൊണ്ട് കുറച്ചെങ്കിലും മല്ലിപ്പൊടി ഇടാൻ പറഞ്ഞപ്പം എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നാലും നല്ല എരിയുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ ഷെഫ് മീൻകറിയൊക്കെ വെക്കുന്നു. ഇനിയിപ്പം മീൻകറി വെച്ചിട്ട് നീലൂട്ടനെ വിളിച്ചുകൊണ്ട് വന്നിട്ടേ കഴിക്കുന്നുള്ളൂ കേട്ടോ. കാരണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ഇറങ്ങി പോവാനായിട്ട് വയ്യ. അതുകൊണ്ട് അവനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കുറച്ച് നേരം ഞങ്ങൾ കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഞാൻ 6 മണിയായപ്പോഴാട്ടോ തൂക്കാനായിട്ട് പോകുന്നത്. കുളിച്ചിട്ട് വന്നിട്ടാണ് തൂക്കാൻ പോകുന്നത്. കാരണം കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പകുതി ആശ്വാസമാവും. കാരണം ചൂടെടുത്തിട്ട് അതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് കറണ്ടും പോവുക. എൻ്റെ പൊന്നേ, അപ്പോൾ ഇരിക്കാൻ പറ്റത്തില്ല ചൂടെടുത്തിട്ട്. അപ്പോൾ കുളിക്കാതെയും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ മനുഷ്യൻ ഉരുകി ചത്തു പോവും. അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് പോയി അങ്ങ് കുളിച്ചു 6 മണിയായപ്പം. എന്നിട്ട് തൂത്തിട്ട് പെട്ടെന്നങ്ങ് വിളക്കും കത്തിക്കാമെന്ന് വിചാരിച്ചു. തൂത്ത് കഴിഞ്ഞ് വിളക്കൊക്കെ കൊണ്ടുപോയി തേച്ച് കഴുകി എടുത്തുകൊണ്ട് വന്ന് പിന്നെ വിളക്കിലൊരുക്കുക കേട്ടോ. ഇവിടെ വെച്ചല്ല കത്തിക്കുന്നത്, സിറ്റൗട്ടിൽ വെച്ചാട്ടോ കത്തിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വിളക്കിലൊരുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കുളി കഴിഞ്ഞാൽ പിന്നെ നല്ല സമാധാനമാണ്. പക്ഷേ കുളിക്കുന്നവരെ ആ ചൂട് കാരണം ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ചേട്ടായി ഇപ്പം വഴക്കുണ്ടാക്കുമൊന്നുമല്ല കേട്ടോ. നീലൂട്ടനെ എരി കയറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുമ്പോൾ ഇപ്പം തമാശയ്ക്കൊക്കെ വഴക്കുണ്ടാക്കുക, അടിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവ ഇടയ്ക്ക് വന്നിട്ട് ആരാണോ അടിക്കുന്നത് ആ ആളെ, അതായത് ആരാണോ വഴക്കുണ്ടാക്കുന്നത് ആ ആളെ അവ അടിക്കും കേട്ടോ. അടങ്ങിയിരുന്നോണം, മിണ്ടാതിരുന്നോണം എന്നല്ലേ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അടിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ട് അവൻ മുറിയിലിരുന്ന് കളിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നീലു ഓടി വാടാ, എന്നെ അടിക്കുന്നടാ, അച്ഛ അടിക്കുന്നടാ എന്ന് പറയുമ്പോൾ ഓടി വരുന്നുണ്ട് കേട്ടോ. ഓടി വന്നില്ല, ഇപ്രാവശ്യം വന്നില്ല കേട്ടോ. കളിക്കുന്ന ധൃതിയിലായതുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് ബഹളം വെച്ചതേ ഉള്ളൂ. അടങ്ങിയിരി, അച്ഛൻ പോയി കുളിക്കാനല്ലേ പറഞ്ഞേ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൻ ചൂടാവും കേട്ടോ. അങ്ങനെ ഞാൻ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഇനിയിപ്പം കുറച്ച് പരിപാടികളും കൂടെ ബാക്കിയുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ഇത്രയല്ലേ കാണാറുള്ളൂ എൻ്റെ വ്ളോഗിൽ. അപ്പോൾ ഇനി കുറച്ചും കൂടിയുണ്ട്. കുറിയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ നേരെ അതിന് മുമ്പ് ഈ ഒരു സാധനം കത്തിച്ച് വെക്കും കേട്ടോ. നല്ല മണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ മണം. ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും നമ്മുടെ വീട്ടിലൊക്കെ. അത് വൈകിട്ടല്ല, രാവിലെ ഉണ്ടല്ലോ, വെളുപ്പിനെ കത്തിച്ച് വെക്കണം. എന്നാ മണമാണെന്നറിയാവോ. പക്ഷേ രാവിലെ അങ്ങനെ വെളുപ്പിനൊന്നും എഴുന്നേൽക്കാത്തത് കൊണ്ട് രാവിലെ കത്തിക്കത്തൊന്നുമില്ല. വൈകിട്ടാണ് കത്തിക്കുന്നത്. വിളക്ക് കത്തിച്ചതിന് ശേഷം ഞാൻ എല്ലാ മുറിയിലും അടുക്കളയിലും ഹാളിലും ഒക്കെ അതിൻ്റെ ഒരു പുക ഒന്ന് സെറ്റാക്കും. അപ്പം നല്ലൊരു ഫ്രഷ് ഫീൽ കിട്ടും. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ വാഴയ്ക്കാപ്പം ഉണ്ടാക്കാൻ പോകട്ടോ. വാഴയ്ക്കാപ്പം ഉണ്ടാക്കാൻ പോകുമെന്ന് പറഞ്ഞില്ല അല്ലേ, സോറി. വാഴയ്ക്കാപ്പം ഉണ്ടാക്കാൻ പോകട്ടോ. വാഴയ്ക്കാപ്പം, ഏത്തയ്ക്കാപ്പം, പഴംപൊരി ഇങ്ങനെയൊക്കെ പറയുന്ന ആ സാധനം, സാധനം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററൊക്കെ റെഡിയാക്കി. കുറച്ച് മൈദ, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നുമില്ല. എനിക്ക് കറുത്ത എള്ള് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ സംഭവം എൻ്റെ കയ്യിലില്ല. കുറേ നാളുകൊണ്ട് കറുത്ത എള്ള് വാങ്ങിക്കണമെന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷേ മറന്നു പോവുക, കടയിൽ പോകുമ്പോൾ മറന്നു പോവും. ഇങ്ങനെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആലോചിക്കും, അയ്യോ അത് വാങ്ങിച്ചല്ലോ, വാങ്ങണമായിരുന്നെന്ന്. അപ്പോൾ ഇനി എന്തായാലും മറക്കാതെ ഒന്ന് വാങ്ങിക്കണമെന്നുണ്ട്. അപ്പം പഴംപൊരിയും, കട്ടനാണ് ബെസ്റ്റ്. പക്ഷേ ഇന്ന് ചായ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. ചേട്ടായി വല്ലപ്പോഴും ഒരിക്കലേ ചായ കുടിക്കാറുള്ളൂ. അല്ലെങ്കിൽ രാവിലെ വൈകിട്ടും കട്ടനാണ് കുടിക്കുന്നത്. അപ്പോൾ ഇന്ന് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കട്ടൻ ഇടണ്ട, ചായ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിതാ പഴംപൊരിയും കഴിച്ച് ചായയും കുടിക്കുക കേട്ടോ. നീലൂട്ടൻ അവിടെ
ഓരോന്നൊക്കെ സിനിമയോ എന്തൊക്കെയോ കണ്ട് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണേ. പിന്നെ അവനെ നിർബന്ധിച്ച് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ കൊണ്ടിരുത്തി കഴിക്കാൻ. അവൻ കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബക്കറ്റിൽ നിന്ന് ഇതുണ്ടാക്കുന്നതിന് മുമ്പ്. അതുകൊണ്ട് പുള്ളിക്കാരന് അത്ര വിശപ്പ് വേണമെന്നില്ലായിരുന്നു പഴംപൊരി. പിന്നെ നമ്മുടെ വിജയുടെ ഒരു പടത്തിലെ പാട്ട് കേട്ടിട്ട് ഡാൻസ് കളിക്കും കേട്ടോ. തുപ്പാക്കിക്കകത്തെ പാട്ടുണ്ടല്ലോ, ഗൂഗിൾ ഗൂഗിൾ പണ്ണിപ്പാത്തേ നൂലകത്തിലെ, ആ ഒരു പാട്ട് കണ്ടിട്ട് ഡാൻസ് കളിച്ചിട്ട് ഹാങ് ഓവർ കയറിയിട്ട് അച്ഛനെ എടുത്തിട്ട് ഇടിക്കുന്നുണ്ട്. അതാണ് ഞങ്ങളിരുന്ന് ചിരിക്കുന്നത് കേട്ടോ. ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് വന്നിട്ട് അച്ഛനെ ഇടിക്കാനായിട്ട് പോയി. അപ്പം ചേട്ടായി കടയിലോട്ട് പോകാനായിട്ട് റെഡിയായി കേട്ടോ. നടന്നു പോയിട്ട് വരാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടായി കടയിൽ പോന്നു. നമ്മുടെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.